മണ്ണാർക്കാടുമായിരുന്നു യുഡിഎഫിനൊപ്പം നിന്നാണ്. ഇത്തവണ സ്വാഭാവികമായിട്ടും പാലക്കാടും മണ്ണാർക്കാടും യുഡിഎഫ് പ്രതീക്ഷിക്കുന്ന മണ്ഡലം തന്നെയാണ്. യുഡിഎഫ് ഉറപ്പിച്ച മണ്ഡലങ്ങൾ മണ്ണാർക്കാട്, പാലക്കാട്, തൃത്താല, ചിറ്റൂർ ജയിക്കുന്ന മണ്ഡലം, ഉറപ്പായിട്ട് ജയിക്കുന്ന മണ്ഡലമാണ്. മണ്ണാർക്കാട്, പാലക്കാട്, തൃത്താല, ചിറ്റൂർ. തൃത്താലയിൽ നമുക്കറിയാം എം.പി. രാജേഷുമായാണ് വി.ടി. ബലറാമിന്റെ പോരാട്ടം. കൈതവണ ചെറിയ ഭൂരിപക്ഷത്തിന്, വലിയ ഭൂരിപക്ഷം എം.പി. രാജേഷിന്റെ കൈതവണ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അവിടെ 3016 വോട്ടുകൾക്ക് മാത്രമാണ് അവിടെ എം.പി. രാജേഷ് ജയിക്കാൻ സാധിച്ചത്. ഒരു കോട്ട, ഇടതുപക്ഷ പല പ്രധാനപ്പെട്ട ജില്ലയായിട്ട് പോലും അവിടെ കുറഞ്ഞ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അത് ഇത്തവണ യു.ഡി.എഫ് പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയാണ് മണ്ണാർക്കാടും പാലക്കാടും തൃത്താലയും ചിറ്റൂരും യു.ഡി.എഫിന് ഉറപ്പിച്ചിരിക്കുന്നത്. മറുവശത്താകട്ടെ ഷൊർണൂർ, കോങ്ങാട്, മലമ്പുഴ, തരൂർ, നെന്മാറ, ആലത്തൂർ എന്നീ 6 മണ്ഡലങ്ങൾ ഏതു സാഹചര്യത്തിലും എൽ.ഡി.എഫിനൊപ്പം ഉണ്ടാകും എന്ന് അവർ വിശ്വസിക്കുന്നു. ബി.ജെ.പിക്ക് പാലക്കാട് ഒരു നേരിയ പ്രതീക്ഷയുണ്ട്, സംശയമില്ല. പാലക്കാട് ഇതില് ഏതാണ്ട് ഇതുപോലെ തന്നെയായിരിക്കും വരാൻ സാധ്യത. യു.ഡി.എഫിന് മണ്ണാർക്കാടും തൃത്താലയും ചിറ്റൂരും എന്തായാലും കിട്ടും. പാലക്കാട് ബി.ജെ.പിയുമായിട്ട് ടൈറ്റ് ഫൈറ്റ് ഉണ്ട്, പക്ഷേ എന്നാലും യു.ഡി.എഫ് പക്ഷത്തേക്ക് നീങ്ങാനാണ് സാധ്യത കൂടുതലുള്ളത്. അങ്ങനെ മണ്ണാർക്കാട്, പാലക്കാട്, തൃത്താല, ചിറ്റൂര്, പിന്നെ ഷൊർണൂരും കൊങ്ങാടും മലമ്പുഴയും തരൂരും നെന്മാറയും ആലത്തൂരും അത് എൽ.ഡി.എഫ് ഉറപ്പിക്കുന്നത് പോലെ തന്നെ അത് എൽ.ഡി.എഫ് പക്ഷത്ത് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് വിട്ടുപോയിട്ടുള്ള ഒരു കാര്യം ഒറ്റപ്പാലമാണ്. അവിടെ പി.കെ. ശശി അവിടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു. അവിടെ ഒറ്റപ്പാലത്ത് 50-50 ചാൻസ് എന്ന് പറയേണ്ടി വരും. കിരൺ, ഇപ്പം തൃശ്ശൂർ പോലെ തന്നെയാണ് പാലക്കാട് എൽ.ഡി.എഫിന് വ്യക്തമായ മേൽക്കൈ എൽ.ഡി.എഫ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയൊരു തരംഗമൊന്നും ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും അവിടെ എൽ.ഡി.എഫിന് തന്നെയായിരിക്കും മേൽക്കൈ ഉണ്ടാകുന്ന സംശയമില്ല. ഇതിനകത്ത് യു.ഡി.എഫിനൊപ്പം ഒന്നുകൂടി നമുക്ക് ബി.ജെ.പി ഉറപ്പിച്ചതെന്ന് പറയുമ്പോൾ പോലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് അവിടെ പിഷാരടി മത്സരത്തിനെത്തിയതോടുകൂടി ഏതെങ്കിലും തരത്തിൽ പാലക്കാട് യു.ഡി.എഫ് അങ്ങനെ ഏതെങ്കിലും കോൺഗ്രസ് അങ്ങനെ ഒരു ആശങ്ക അവർ പെടുന്നില്ല. അവർ ആത്മവിശ്വാസത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. അവിടെ ശോഭാ സുരേന്ദ്രനെ മറികടന്നുകൊണ്ട് അവിടെ എത്താൻ കഴിയും. 3ാം സ്ഥാനത്തേക്ക് എൻ.എം. റസാഖ് അങ്ങനെ കാര്യമായ വോട്ട് ഒന്നും യു.ഡി.എഫ് വോട്ടിൽ കാര്യമായ ചോർത്തലൊന്നും ഉണ്ടാവില്ല എന്ന് തന്നെയാണ് അവരുടെ കണക്കൂട്ടൽ.